പുറത്തു നിന്നും കോട്ടയം, ചങ്ങനാശ്ശേരി, കാഞ്ഞിരപ്പള്ളി, പറവൂർ, പത്തനംതിട്ട ആ ഭാഗത്തേക്കൊക്കെ അരി പോകുന്നത് പ്രധാനമായും പാലങ്ങളൊക്കെ ഇല്ലാത്തതുകൊണ്ടും അന്ന് വള്ളത്തിലും വഞ്ചിയിലും പിന്നെ വണ്ടികൾ പോകുന്ന സ്ഥലത്ത് വണ്ടികളിലും ഒക്കെ ആയിട്ടാണ് അന്ന് അരി പോയിരുന്നത്. കാലടി കുത്തരിക്ക് വലിയ ഡിമാൻഡ് ഇന്നുണ്ട്, അന്നുണ്ട്. വീടിനടുത്തു നിന്നും ശേഖരിക്കുന്ന നെല്ല് മഴ സമയത്ത് ഉണക്കാനും അരിയാക്കാനും തടസ്സം നേരിട്ടപ്പോഴാണ് പുതിയൊരു സംവിധാനത്തെക്കുറിച്ച് കർണൻ ആലോചിച്ചത്. ഇതോടെ ആദ്യ ഫാക്ടറി നിലവിൽ വന്നു. 1976 നിറപറ ഒരു കമ്പനിയായി രജിസ്റ്റർ ചെയ്യുന്നത്. ഇന്ന് 15ഓളം കമ്പനികൾ KKR ഗ്രൂപ്പിന്റേതായുണ്ട്. അപ്പോൾ കുറേ ദിവസങ്ങളായിട്ട് തല പുകഞ്ഞൊരു പേരിടാൻ തീരുമാനിച്ചിട്ട് പേര് കിട്ടാതെ പലരുമായിട്ട് ആലോചിച്ചൊക്കെ വെച്ചെങ്കിലും സ്വന്തമായി എൻ്റെ ഈ നെല്ലളക്കുന്ന അന്ന് അളന്നാണ് പറയിൽ നെല്ല് അളന്ന് വാങ്ങിക്കുന്നത്. ഇന്നിപ്പോൾ തൂക്കമായി ആ പറ രണ്ടും മരത്തിൻ്റെ പറയും എൻ്റെ കയ്യിലിരിക്കുന്ന ഓടിൻ്റെ പറയും രണ്ട് പറ എൻ്റെ ഞാൻ കിടക്കുന്ന മുറിയിൽ ഇരിക്കുന്നു. അത് ഉറങ്ങിക്കിടന്ന് കണ്ണു തുറക്കുമ്പോൾ കണ്ടതാ പറയാണ്. അപ്പം പിന്നെ എനിക്ക് എന്തിനാണ് വേറെ പേര് നിറപറ പോലെ എന്ന് തോന്നി. മകൻ ബിജുവിന്റെ വരവോടെ നിറപറ പുതിയൊരു യുഗത്തിലേക്ക് പ്രവേശിച്ചു. ആധുനികവൽക്കരണത്തിന്റെയും വൈവിധ്യവൽക്കരണത്തിന്റെയും നാളുകളായിരുന്നു പിന്നീട്. അരിക്കച്ചവടത്തിൽ നിന്നും പലഹാരപ്പൊടികളിലേക്കും കറിക്കൂട്ടുകളിലേക്കുമെല്ലാം നിറപറ വളർന്നു. പിതാവിന്റെ ബിസിനസ്സിൽ കുട്ടിക്കാലം മുതൽ പങ്കാളിയായിരുന്ന ബിജുവാണ് നിറപറയെ ഒരു ബ്രാൻഡായി വളർത്തിക്കൊണ്ടുവന്നത്. പഠിക്കുന്ന കാലഘട്ടത്തിൽ ഇതെല്ലാം മണത്തറിഞ്ഞും കൊണ്ടറിഞ്ഞും ഒക്കെ ഇതിനകത്ത് തന്നെ ഉണ്ടായിരുന്നതാണ്, നെല്ലും അരിയും എല്ലാം. പക്ഷെ പഠിക്കുന്ന കാലഘട്ടത്തിലും നമുക്ക് ബിസിനസ്സുമായി ബന്ധപ്പെടാൻ അച്ഛൻ ബിസിനസ് ചെയ്യുമ്പോൾ അരിയും നെല്ലുമായി ബന്ധപ്പെടാനുള്ള സാഹചര്യം പലതും ഉണ്ടായി. പിന്നീട് പഠിത്തം കഴിഞ്ഞപ്പോൾ നമ്മൾ അച്ഛൻ്റെ കൂടെ തന്നെ ബിസിനസ്സിലേക്ക് ഇറങ്ങായിരുന്നു. അതിനകത്ത് പലചരക്ക് കടയിൽ പോയി അരി വാങ്ങിയിരുന്ന മലയാളികൾ സൂപ്പർ മാർക്കറ്റുകളുടെ വരവോടെയാണ് ബ്രാൻഡുകളിലേക്ക് തിരിയുന്നത്. ഈ അവസരം പരമാവധി പ്രയോജനപ്പെടുത്താൻ ബിജുവും നിറപറയും ശ്രമിച്ചു. ഉപയോക്താക്കളുടെ മനസ്സറിഞ്ഞ ഉൽപ്പന്നങ്ങൾ വിപണിയിലെത്തിക്കാൻ തുടങ്ങിയതോടെ നിറപറയുടെ വളർച്ചയുടെ വേഗതയും കൂടി. തനി അരി ബിസിനസ്സിൽ നിന്ന് ബ്രാൻഡിങ്ങിലേക്ക് നമുക്ക് കൊണ്ടുവരാൻ പറ്റി. അല്ലെങ്കിൽ പണ്ട് നമുക്കെല്ലാവർക്കും അറിയാം, കടയിൽ പോയിട്ട് എല്ലാവരും ചോദിക്കുന്നത് ഏറ്റവും നല്ല അരി ഏതാണ് ഉള്ളതെന്ന് ചോദിക്കും. കടക്കാരനെ വിശ്വസിച്ചുകൊണ്ട് നമ്മൾ കടക്കാരൻ ഈ അരി കൊണ്ടുപോകും, ഒരു ബ്രാൻഡൊന്നുമില്ല, അദ്ദേഹമാണ് ബ്രാൻഡ്, നമ്മുടെ അടുത്തുള്ള കടയാണ് ബ്രാൻഡ്. അവിടെ പോയിട്ട് കടക്കാരനോട് ചോദിക്കും ഏതാണ് അരി നല്ലത്, കടക്കാർ ഈ അരിയാണ് എന്ന് പറഞ്ഞാൽ ആ അരി മേടിച്ചു കൊണ്ടുപോകും. രാസവളവും കീടനാശിനിയുമെല്ലാം ചേർത്ത നെല്ലാണ് വിപണിയിൽ ലഭിക്കുന്നത്. 180 ഡിഗ്രിയിൽ ചൂടാക്കി പൂർണ്ണമായും അണുവിമുക്തമാക്കിയ ശേഷമാണ് നിറപറയിൽ അരി ഉൽപാദനം തുടങ്ങുന്നത്. ഗുണമേന്മ ഉറപ്പാക്കാൻ ഓരോ ഫാക്ടറിയിലും ജർമ്മൻ സാങ്കേതികവിദ്യ ഉപയോഗിക്കുന്നു. പല രാജ്യത്തും ബാൻ ചെയ്തിട്ടുള്ള പെസ്റ്റിസൈഡ്സാണ് ഇന്ന് നമ്മുടെ ഇന്ത്യയിൽ കൃഷി ആവശ്യത്തിന് വേണ്ടി ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത് നമുക്ക് അറിയാവുന്ന പല തരത്തിലുള്ള അസുഖങ്ങളും അംഗവൈകല്യങ്ങളും ഉണ്ടാകുന്ന പെസ്റ്റിസൈഡ്സാണ്. ഇതെല്ലാം നമ്മൾ ഉപയോഗിച്ചിട്ടുണ്ടാകുന്നത് ഇതെല്ലാം നെല്ലിലുണ്ടാവും. പക്ഷെ നമ്മൾ ഈ സാധനത്തെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ നേരെ 180 ഡിഗ്രി സെൽഷ്യസ് ഉള്ള വെള്ളത്തിൽ അതുപോലെ സ്റ്റീം ഉപയോഗിച്ചിട്ട് ഇതിനെ ഒരു 6 മണിക്കൂർ ചെയ്യുന്ന സ്റ്റെറിലൈസേഷൻ പ്രോസസ്സുണ്ട്, റീസൈക്ലിംഗ് വിത്ത് സ്റ്റെറിലൈസേഷൻ പ്രോസസ്സ്. ആ പ്രോസസ്സിൽ കൂടെ നമ്മളിതിൻ്റെ 99% പെസ്റ്റിസൈഡ്സിന് ഇരുന്ന് ഹെവി ആയിട്ടുള്ള എല്ലാ സംഭവത്തിനെയും പ്രോസസ്സിങ്ങിന് മുമ്പ് തന്നെ ഒരു സ്റ്റെറിലൈസിങ് പാർട്ടിൽ കൂടെ ഇതിനെല്ലാം നമ്മൾ റിമൂവ് ചെയ്യും. കറുത്ത അരി ഒഴിവാക്കാനുള്ള സോട്ടക്സ് സംവിധാനം ദക്ഷിണേന്ത്യയിൽ ആദ്യം കൊണ്ടുവന്നതും നിറപറ തന്നെയാണ്. ഗുണം, രുചി, ആരോഗ്യം ഈ 3 ഘടകങ്ങൾക്കും നിറപറ ഒരുപോലെ പ്രാധാന്യം നൽകുന്നു. ഒരു പ്രിസർവേറ്റീവും ചേർക്കാതെ അല്ലെങ്കിൽ ആദ്യത്തെ ടേസ്റ്റ് മേക്കേഴ്സും ചേർക്കാതെ പുറത്തുനിന്ന് മേടിക്കുന്ന വളരെ ഹെൽത്തിന് പ്രാധാന്യം കൊടുത്തുകൊണ്ട് നമ്മൾ ഉണ്ടാക്കുന്ന, പക്ഷേ മലയാളികളുടെ ടേസ്റ്റ് നിലനിർത്തുന്നു. നമ്മുടെ പ്രിപ്പറേഷനിൽ ആ കാര്യങ്ങൾ നമ്മൾ വളരെയധികം ശ്രദ്ധിക്കാറുണ്ട്. കാരണം ഈ ടേസ്റ്റ് എന്ന് പറയുന്നത് മലയാളിക്ക്